ഹായ് ഹലോ, ഇറ്റ്സ് മീ സിനിമ ചേട്ടൻ. ലാൽ സലാം ഇന്ന് തിയേറ്ററിൽ റിലീസായ പടമാണ് ലാൽ സലാം. ലാൽ സലാം ഞാൻ കണ്ടിരുന്നു. പടം സംവിധാനം ചെയ്തിരിക്കുന്നത് രജനീകാന്തിന്റെ മകൾ ഐശ്വര്യയാണ്. രജനീകാന്തും ഇതിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് റോളിൽ എത്തുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇതിൽ അദ്ദേഹം ത്രൂ ഔട്ട് എല്ലാ സീനിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗസ്റ്റ് അപ്പിയറൻസ് ആണ് എന്ന് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മതവെറി, രാഷ്ട്രീയ വെറി, ജാതി വെറി എന്നൊക്കെ പറയുമ്പോൾ എല്ലാണ്ട് കൂട്ടിക്കുഴച്ചു കൊണ്ടുള്ള ഒരു ഗിമിക്സ് എന്നാണ് എനിക്കിതിൽ തോന്നിയത്. കാരണം ഒരു തട്ടിക്കൂട്ടൽ ഫീൽ ചെയ്ത ഒരു മൂവിയാണ്. ഒട്ടും തന്നെ പലതും പല ക്യാരക്ടേഴ്സ് ആയിരുന്നിരുന്നാലും ഒന്നും അത്രത്തോളം കൺവിൻസിങ് ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഇപ്പോ ഈവൻ രജനീകാന്ത് ചെയ്ത ആ കഥാപാത്രം പോലും ഒട്ടും കൺവിൻസിങ് ആയി എനിക്ക് തോന്നിയില്ല. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയിരുന്നാലും ഒക്കെ നമ്മളെല്ലാം മനുഷ്യരാണ്, എല്ലാവരും ഇന്ത്യക്കാരാണ് എന്നൊക്കെ എടുത്തു ചൂണ്ടുന്ന ഒരു ആശയമാണ്. ഇതിന്റെ ഒരു ബേസിക് തീം അതാണ് സംസാരിക്കുന്നത്. മേക്കിങ്ങിൽ കുറച്ചുകൂടെ ഒന്ന് നീതി പുലർത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഇതേ ഒരു സ്റ്റോറി ഇപ്പോ ശങ്കറിന്റെ കയ്യിലോ അല്ലെങ്കിൽ മണിരത്നത്തിന്റെ കയ്യിലോ ഒക്കെ ലഭിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി നല്ലൊരു പാൻ ഇന്ത്യൻ മൂവിയാക്കി തന്നെ ഇത് മനോഹരമാക്കിയെന്ന് എനിക്ക് തോന്നി. ക്രിക്കറ്റിലൂടെയാണ് ഇതിന്റെ കഥ പറഞ്ഞു പോകുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ശത്രുതയെല്ലാം നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ശത്രുത ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു ക്രിക്കറ്റ് ടീമിൽ ഉൾക്കൊള്ളിച്ചാൽ എങ്ങനെയായിരിക്കും, അതായിരുന്നു സിനിമ. കാരണം ഒരു തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ രണ്ട് ക്രിക്കറ്റ് ടീമുണ്ട്. അതിൽ ഒരു ടീം ഇന്ത്യയും മറ്റൊരു ടീമും പാകിസ്ഥാനുമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു പോരാട്ടവും, പിന്നെ ഈ ടീമിന് തന്നെ രണ്ട് തലവന്മാരുണ്ട്. അതിൽ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്ന വിക്രാന്താണ്, മറ്റൊരു കഥാപാത്രം എനിക്ക് പേരറിയില്ല. അപ്പോ അവർ തമ്മിൽ കുട്ടിക്കാലത്ത് വളരെയധികം ശത്രുതയാണ്. അപ്പോൾ അവർ വളർന്നു വലുതായപ്പോഴും അതേ ശത്രുത നിലനിൽക്കുന്നു. അത് ക്രിക്കറ്റിലൂടെ അവരുടെ ആ ഒരു മത്സര ബുദ്ധിയെല്ലാം കാഴ്ചവെക്കുന്നു. അതിൽ ഈ പറഞ്ഞ വിക്രാന്തിന്റെ അച്ഛനായി രജനീകാന്ത് എത്തുന്നു. അതായത് ബോംബെയിൽ നിന്ന് എത്തുന്ന ഭായ്. രജനീകാന്ത് ഒരു മുസ്ലിം കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എതിർപക്ഷത്ത് നിൽക്കുന്ന തിരു എന്ന കഥാപാത്രം, അദ്ദേഹം രജനീകാന്തിന്റെ സുഹൃത്തിന്റെ മകനാണ്. ഹിന്ദു കഥാപാത്രം ചെയ്തിരിക്കുന്ന രജനീകാന്തിന്റെ സുഹൃത്തിന്റെ മകനാണ് തിരു. അപ്പൊ ഇവര് തമ്മിലാണ് ഈ ഒരു പൊരിഞ്ഞ പോരാട്ടങ്ങൾ നടക്കുന്നത്. അതായത് മതവെറി കൊണ്ടുണ്ടാവുന്ന ആ ഒരു കലാപം അത് ഈ ക്രിക്കറ്റിലൂടെ പൊട്ടിപ്പുറപ്പെട്ട് നാട്ടിൽ തന്നെ മൊത്തത്തിൽ ഒരു കലാപമായി അത് മാറുകയാണ്. ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിലുള്ള വലിയൊരു പോരാട്ടമായി അത് മാറുകയാണ്. തുടർന്ന് ബോംബെയിൽ നിന്നും രജനീകാന്ത് എത്തുകയും രജനീകാന്ത് എത്തുകയും പിന്നെ ആരും അടികൂടരുത്, നമ്മളെല്ലാം ഒന്നാണ്, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഇവിടെ ജീവിക്കേണ്ടവരാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് ഒക്കെ കൊടുക്കുന്ന ഒരു മൂവി. തുടർന്ന് ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി ഇപ്പൊ തന്നെ ഇത് കാണാതിരിക്കാൻ ശ്രമിക്കുക എന്നല്ല, കാണുക. പടത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന എ ആർ റഹ്മാനാണ്. അങ്ങനെ എടുത്തു പറയാൻ മാത്രം സവിശേഷതകളൊന്നും പാട്ടിലും സ്കോറിലും എനിക്ക് തോന്നിയില്ല. കാരണം ഇങ്ങനെ ഒരു സിനിമ റഹ്മാൻ മുമ്പേ തന്നെ ഒരുപാട് ഇതുപോലത്തുള്ള പാറ്റേൺസിലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്നൊന്നും വ്യത്യസ്തമായി അദ്ദേഹം ഇതിലൊന്നും കാഴ്ചവെച്ചിട്ടില്ല. തീർച്ചയായിട്ടും പടത്തിനോട് ചേർന്ന് പോകുന്ന ഒരു സ്കോറിംഗ് ഒക്കെ തന്നെയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പടത്തിന്റെ ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതിന്റെ ഡയറക്ഷൻ തന്നെയാണ്. അതായത് പടം തുടങ്ങിയപ്പോൾ ഒരുപാട് ഫ്ലാഷ് ബാക്ക് സീൻസ്, അത് കഴിഞ്ഞ് ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് പെട്ടെന്ന് പ്രസന്റിലേക്ക് വരികയും, പക്ഷെ ഇതിൽ സത്യത്തിൽ അവസാനം പ്രേക്ഷകർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിൽ ഏതാണ് ഫ്ലാഷ് ബാക്ക്, ഏതാണ് പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവുന്ന ഒരു ഘട്ടം വരും. പിന്നെ എനിക്ക് തോന്നുന്നു എഡിറ്റ് ചെയ്ത സമയത്ത് ഇത് ഡയറക്ടറായ ഐശ്വര്യയ്ക്ക് ഇത് മനസ്സിലായി എന്ന് തോന്നുന്നു. കാരണം അവർക്ക് പോലും കൺഫ്യൂഷൻ ആയി കാണും, ഇതിൽ ഏതാണ് ഫ്ലാഷ് ബാക്ക്, ഏതാണ് പ്രസന്റിൽ നടക്കുന്നത്. എഡിറ്ററിന് പോലും ഒരുപക്ഷെ കൺഫ്യൂഷൻ ആയി കാണും. അതുകൊണ്ട് ബുദ്ധിപൂർവം ഐശ്വര്യ തന്നെ ഇതിൽ ഒരു ചെറിയ നരേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. സംഭവങ്ങൾ എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു നരേഷനൊക്കെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, അവർക്ക് കൺവേ ആവാനായിട്ട്. പിന്നെ നമ്മൾ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കാര്യം എനിക്ക് ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിന്റെ ആവശ്യം ഈ സിനിമയിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് വളരെയധികം സംശയം തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ മകൾ സംവിധാനം ചെയ്ത പടമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഫ്രീ ആയിട്ട് വന്ന് അഭിനയിച്ചിട്ട് പോയതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ കാര്യമല്ല. ഒരു രജനീകാന്ത് ചിത്രം എന്നൊരിക്കലും ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല ഒരിക്കലും. കാരണം അത് തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇത് ഒരു ഗസ്റ്റ് അപ്പിയറൻസിലാണ് രജനീകാന്ത് വരുന്നതെന്നൊക്കെ ആദ്യമേ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു.
കാരണം അത്രത്തോളം രജനീകാന്തിന് ഷോൾഡർ ചെയ്യാൻ പറ്റിയ ഒരു സിനിമ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു മതവരി ജാതി വരിയൊക്കെ നടക്കുന്ന സമയത്ത് പോലും അതിനെ മുതലെടുക്കുന്ന കുറെ രാഷ്ട്രീയക്കാർ ഒരു ഭാഗത്ത്, ഇങ്ങനെ എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ റോളുകൾ അവർ ഭംഗിയായിട്ട് തന്നെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം മികച്ചത് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാന നെഗറ്റീവായി തോന്നിയ ഒരു കാര്യം ഇതിന്റെ ഡയറക്ഷൻ. കാരണം കൂട്ടിച്ചേർത്ത് വെച്ച കുറെ രംഗങ്ങൾ അടുക്കി പറക്കി വെച്ച ഒരു ഗിമിക്സ് പോലെ ആയിപ്പോയോ എന്നൊരു സംശയം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് ലാൽ സലാം എന്ന ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.